ഒരു റിവ്യൂ ആണ് നമുക്ക് വേണ്ടത്. സ്റ്റാളിന്റെ എനിക്ക് ഏത് രാത്രി തന്നാലും ചായ കിട്ടിയാൽ ഞാൻ കുടിക്കുന്ന ആളാണ്. അത്ര ഇഷ്ടമാണ് ചായ ഭയങ്കര ഇഷ്ടമാണ്. കോഫി ഫാനല്ല, ടീ ഫാനാണ്. അപ്പോൾ ചായ വളരെ നന്നായിട്ട് പാലിന്റെ പാകം കടുപ്പം, എനിക്ക് കടുപ്പമില്ലാത്ത ചായ ഇഷ്ടമല്ല. കടുപ്പമുള്ള സ്ട്രോങ് ടീ ഡെയിലി കപ്പ്. അതെ അതെ, നിങ്ങളെ ഡെയിലി ഇത് കിട്ടുമോ? ഓൺലൈൻ മീഡിയ മറ്റുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു ബന്ധമില്ല. കാരണം ചേതമേനോൻ രാജിവെച്ചതിന് ശേഷം, അങ്ങോട്ടും മുമ്പിൽ രാജിവെച്ചതിന് ശേഷമാണ് അവർക്ക് ചേച്ചി സംസാരിച്ചത് പോലും ഇതിനെങ്ങനെ രാജി ഞങ്ങളുടെ രീതിയിൽ അവരാണെന്ന് നേരെയാണ് നമുക്ക് തോന്നും. ഓക്കെ, അൻസിബ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും അൻസിബ നെഗറ്റീവ് അടിപ്പിക്കുക, സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിൽ കൂടെ ആ പെണ്ണിനെ നെഗറ്റീവ് അടിക്കുക, അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളതും. അതായത് ഏത് രീതിയിലാണെങ്കിലും സൈബർ അറ്റാക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന അൻസിബയ്ക്ക് വേണ്ടി അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ നടപ്പുണ്ട്. അപ്പോഴും ഞങ്ങൾ ഓരോ ദിവസവും ഓരോ വീഡിയോ വെച്ച് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് നീതി കിട്ടിയെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നല്ല പണി കൊടുക്കാൻ വേണ്ടി ഓരോ ആൾക്കാർ ഇരിപ്പുണ്ട്, ഓരോ വ്യക്തികൾ ഇരിപ്പുണ്ട്. അപ്പം നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതല്ലേ? നിങ്ങൾ തന്നെ പറ. അപ്പം നമ്മൾ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ചേച്ചിയുടെ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. ഇവിടെ എല്ലാവരും ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾ ആരും കാണാതെ കുറച്ച് ആൾക്കാർ കുറച്ച് മാത്രം എന്തെങ്കിലും കണ്ടിട്ട് അങ്ങ് പോകും. കുറേ ആൾക്കാർ ചുമ്മാ വിവരക്കേട് കമൻറ്റ്സ് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പരമാവധി വീഡിയോ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക. ഒന്ന് ലൈക്ക് അടിക്കുമ്പോൾ കൂട്ടത്തിൽ ഹൈപ്പും കൂടെ അടിക്കുക. പരമാവധി ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് ബാക്കി കൂടെ വെക്കാം. എങ്ങനെയാണ് സിനിമ, മലയാള സിനിമ മുന്നോട്ട് പോകുന്നത് ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ മരണത്തിലും നമ്മൾ വിചാരിക്കും ഇവിടെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ, എന്തെങ്കിലും മാറ്റം സംഭവിക്കാറുണ്ടോ? ഒരാൾ ഈ ലോകത്തിനെല്ലാം നഷ്ടമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. അതുകൊണ്ട് ഷോ നിർബന്ധമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന പോലെ ഈ പ്രകൃതി ഒരു ഇലച്ചു പോലും ആരുടെ മരണവും അതിന്റെ വീഴ്ചയും ഈ പ്രകൃതിയെ ബാധിക്കുന്നില്ല. ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ്. ആരംഭത്തിനെല്ലാം അവസാനമുണ്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പം അങ്ങനെ അത് മുന്നോട്ട് പോകട്ടെ. ഏറ്റവും നല്ല ആൾക്കാരെ നമുക്ക് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഓക്കെ, എന്തായാലും ചേച്ചി ഇല്ലല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളും കാര്യങ്ങളുമാണ്. ഒരു ചെറിയൊരു വഴക്കിൽ നിന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ എവിടെ ചെന്ന് അവസാനിച്ച്, ഇവരുടെ എടുത്തിയായിട്ട് ഇവരുടെ ഈഗോയും കാരണമാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായത്. അതുകൊണ്ട് സത്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് സത്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമ്മുടെ മേജർ രവി സംസാരിക്കുന്നതും അതിന് ട്രഷറർ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോർത്തുപിളിനകത്തെ ഇല്ലേ നിൻ്റെ മീഡിയം ആ പാട്ടുണ്ടല്ലോ, അതിനകത്ത് ഡാൻസ് കളിക്കുന്ന പുള്ളിയില്ലേ, പുള്ളിക്കാരനാണ് ഇത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അന്നത്തെ ഫ്രീക്കനാണ് ഈ നിൽക്കുന്നത്. കൃത്യമായ കണക്കുകൾ ട്രഷറി തന്നില്ല. ഒന്ന്. രണ്ടാമത് അദ്ദേഹം നിർബന്ധത്തിൽ ലീവിന് പോയി എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ഒരു ലീവ് ഒന്നും തന്നെ, ഒരു അവധി അപേക്ഷ അല്ലെങ്കിൽ അങ്ങനെ നൽകിയിട്ടില്ല എന്നുള്ള രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഇന്നപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ജോയി മാത്യു ചേട്ടനോട് ചാലഞ്ച് ചെയ്യുന്നു. അത് ലീഗലി ഒരു ചാലഞ്ചാണ്, സംഘടനാപരമായിട്ടൊരു ചാലഞ്ചായി കാണണ്ട. ഞാൻ മെയ് 3-ാം തീയതി അമ്മയിൽ ഒഫീഷ്യൽ മെയിൽ ചെയ്തില്ല എന്ന് ജോയി ചേട്ടനെ തെളിയിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കേണ്ടത്. ഞാൻ അതുപോലും ചെയ്യുന്നില്ല. അവിടെ ഉണ്ട് മെയിൽ. അപ്പോൾ പിന്നെ എങ്ങനെ ഒരാൾ അവർക്ക് അബ്സ്കോണ്ട് മുങ്ങുവാണ്. എനിക്ക് തന്ന ഒരു മെയിലിന് പ്രോപ്പറായിട്ട് സെമി ലീഗൽ മെയിലാണ് ഞാൻ കൊടുത്തത്. കണക്കുകൾ അവതരിപ്പിക്കാൻ പറ്റാത്ത വലിയൊരു വീഴ്ചയല്ലേ? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞത്, ഈ കണക്ക് നമ്മൾ എക്സൽ ഷീറ്റിൽ എഴുതിയാലും സി എയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഹെഡിൽ പേര് വ്യത്യാസമുണ്ട്, കണക്ക് വ്യത്യാസമുണ്ട്. ഇത് വെരിഫൈ ചെയ്യണോ വേണ്ടിയോ? കാരണം ഓഡിറ്ററാണ് ഫൈനൽ, ഞാൻ കൊടുക്കുന്ന കണക്കല്ല. അതിന് എനിക്ക് സമയം തരണം. എൻ്റെ ആക്സസ് കട്ടിയിട്ട് മെയ് 12-ാം തീയതി കഴിഞ്ഞിട്ട് 13 ചാനലിലൂടെയാണ് ഞാൻ അറിയുന്നത് എന്നെ മാറ്റി നിർത്തിയെന്ന്. നമ്മൾ കൊണ്ടുവന്ന കണക്കിൽ ചേഞ്ചുകൾ കേൾക്കണം. ബാങ്കിലൊരു ചെക്ക് പോകുമ്പോൾ അതിലൂടെ ഒരു ലെറ്റർ ഉണ്ടാവും. അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഓക്കെ, ആ കണക്കിൽ ആർക്ക് എന്തിനാ RTGS എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് കൊടുത്തു. ഞാൻ വന്നതിന് ശേഷം കണക്കിൽ എന്താ ചെയ്തിരിക്കുന്നത്, 5000-ന് മേലെ ക്യാഷ് ചെക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണോ പണ്ട് കൊണ്ടുപോയി നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്ത ഒരാൾക്ക് കണക്കിൽ എന്താ കാര്യമുള്ളത്? 2, കണക്കിൽ പൊരുത്തക്കേടുണ്ട്. ഞാനാ പറയുന്നത്. എന്തുകൊണ്ടറിയാം? കമ്മിറ്റി പാസ്സാക്കാത്ത വലിയ ചെലവുകൾ നടത്താൻ പാടുണ്ടോ? നിങ്ങൾ പറയണം. കമ്മിറ്റി പാസ്സാക്കാത്ത ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് നടത്താൻ പറ്റുമോ? കണ്ടോ, ഇദ്ദേഹത്തിനെ മാറ്റുകയും ചെയ്ത് വൻ തട്ടിപ്പ് അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ, ഞാനൊരു കാര്യം പറയാം. ഇത്രയും സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളും കാര്യങ്ങളും എഴുതിയിടുന്ന അത്ര വലിയ പാടാണോ? അതിന് 30, 35, 40 ദിവസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യനെ പറ്റിക്കുന്ന ഒരു പരിപാടിയല്ലേ ഇതൊന്നും എന്താ പറയണ്ടേ, ആരും മനസ്സിലാക്കാതാണ് ഈ അൻസിബയെ എല്ലാവരും കൂടെ കുറ്റം ചാർത്തിയത്. ഈ ടിനി ടോമൊക്കെ വന്നിട്ട് ജാതി മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ വർഗീയവാദി, അങ്ങനെയാണ് മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. കൂട്ടി നിന്നത് ആരാ? ലക്ഷ്മിപ്രിയ, ശ്വേത, അങ്ങനെ കുറേ ആൾക്കാർ.
പിന്നെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് BJP സ്ഥാനാർത്ഥികളെ ഷേത അല്ല മെയിനായിട്ട് കളിക്കുന്ന ഹസ്ബൻഡാണ്. ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഫെബ്രുവരി 25 നമുക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട്. കാരണം ഏശാൻ ഇലക്ടഡ് പ്രഷർ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നിക്ക് രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ നമ്മൾ എതിർപ്പ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. കാരണം അവിടെ ബ്ലോക്ക് ആവരുത് കാര്യങ്ങൾ. ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്. കുടുംബ സംഗമത്തിൽ ഫാഷൻ ഷോ ചെയ്തതിൽ 35 ലക്ഷം രൂപയാണ് നമുക്ക് സ്പോൺസർഷിപ്പ് ഉള്ളൂ. അതിന് 15 ലക്ഷം രൂപയോളം വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് 13 സെറ്റിൽ ആയിട്ടുണ്ടാവും. ആ പൈസ കൊടുക്കാൻ നമ്മൾ പാടുണ്ടോ? അതും ഒരു പ്രശസ്തന കലാകാരൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അവിടെ നമ്മൾ എടുത്തു കൊടുക്കുന്ന ചില കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ താല്പര്യപ്രകാരം അത് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അവർ ശത്രുവായി. അങ്ങനെയല്ലേ ഞാൻ പറയുന്നുള്ളൂ. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഞാൻ ആരെയും കുറ്റം പറയണില്ല. സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ലീഗലോട് ചെക്ക് ചെയ്യും. നിങ്ങൾ അമ്മയുടെ മിനിസ്റ്റർ ചോദിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചോളൂ. കാരണം അത് പബ്ലിക് സോഷ്യൽ ഓഡിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥാപനമല്ലേ, ചാരിറ്റി സംഘടന. നിങ്ങൾ ചോദിക്കുക അവിടെ നിന്ന്, എന്നോട് മാത്രമല്ലല്ലോ ചോദിക്കേണ്ടത്. അല്ല, ജഗദീഷേട്ടൻ പറഞ്ഞൊരു ന്യൂസ് കേട്ടായിരുന്നു ഓൺലൈനിൽ. എന്താണ്, ട്രഷറിനെ ഇങ്ങനെ മാറ്റി നിർത്തി കേട്ട് കേൾവി പോലില്ല. അപ്പം അദ്ദേഹം കുറച്ചേ പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ ഇവർ നിങ്ങൾ ഒരു സൈഡ് പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കും, ഇതിന് ഉത്തരം പറഞ്ഞ് എനിക്ക് പാവം അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ശ്വേതേനെ ഇപ്പോഴും എനിക്കിഷ്ടമാണ്, കുക്കൂര്, അങ്ങനെ വേറെ നിങ്ങൾ കാണരുത് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ ഇവരെല്ലാം എനിക്ക് ബഹുമാനമാണ്. പക്ഷേ ഇവർക്ക് എവിടെയോ ചെറിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അബദ്ധം നമ്മളെപ്പോഴും അറിയില്ലേ, തുപ്പൽ കൊണ്ട് ഓട്ട അടക്കരുതെന്ന് കേട്ടിട്ടില്ലേ? അറിയില്ലേ? നമ്മൾ തുപ്പൽ കൊണ്ട് ഓട്ട അടയില്ല. ഓട്ട അടക്കണമെങ്കിൽ ഓട്ടയുടെ റീസൺ അനുസരിച്ചിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ട്. അത് കണ്ടിട്ടില്ല. ഞാൻ അടക്കമുള്ള കമ്മിറ്റി കണ്ടിട്ടില്ല. ഈ അൻസിബിയുടെ പരാതിയും ആ പരാതിയും ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് നേരത്തെ തന്നെ അത് പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നില്ല. ഇത്തോളം ഒരു സംശയമില്ല. ഇപ്പം ചന്ദ്രബോണിന്നത് പറഞ്ഞു കഴിഞ്ഞില്ലേ, ആ കുട്ടി വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാം. ആ കുട്ടി എന്നാണ് രാജിക്കത്ത് കൊടുത്തത്? ജാനുവരിയിലാണ്. ഇപ്പോഴാണ് ആ കുട്ടീനെ പിരിച്ചുവിടേണ്ടത്. ആ കുട്ടിയുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. പക്ഷെ ഇത് പറഞ്ഞതുകൊണ്ടാണ് 1-2 ആൾക്കാർ വന്ന് പറഞ്ഞു അയാൾ അബ്സ്കോണ്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു വേറെ സീനിയർ വ്യക്തി ഇങ്ങനെ പറഞ്ഞു. അതിനൊക്കെ അവിടെ ഞാൻ ഉത്തരം കൊടുത്തിട്ട് വന്ന ആളാണ്. വീണ്ടും പുറത്ത് പറയുന്നുണ്ടെങ്കിൽ നീ പറയാനുള്ളൂ എനിക്ക്. അപ്പം നിങ്ങൾ പറ, നിങ്ങൾ നിൽക്കുമോ? അത് ന്യായമാണ്. കൂടെ എനിക്ക് ചോദിക്കട്ടെ, ഞാൻ മീഡിയ വണ്ണിനോടും മെമ്പേഴ്സിനോടും ഇതിൻ്റെ ബോർഡിനോടും ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ ന്യായമാണ്, നിങ്ങൾ നിൽക്കുമോ ഇല്ലയോ? അത് വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് തന്നാൽ നിൽക്കുമോ? ഇവിടെ നിൽക്കല്ലോ, പ്രൂഫ് ഉണ്ട് ഇപ്പോൾ പറയാം. ഓക്കെ, പ്രൂഫ് ഉണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട്. ന്യൂസുകാർക്ക് അതെടുത്ത് പുറത്ത് വിട്ടുകൂടെ? പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്കയുടെ എതിരെ ഇദ്ദേഹം പരാതിയും കാര്യങ്ങളൊക്കെ മെയിലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തതാണ്. അതുപോലും നോക്കാൻ ആർക്കും വയ്യായിരുന്നു. അതുപോലും എന്തുണ്ടെങ്കിലും പരാതി ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ടീംസ്. അൻസിബിയുടെ ഭാഗത്ത് ഒരുപാട് ന്യായം ഉണ്ടെന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. ഒരുപാട് ന്യായം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം വളച്ചൊടിക്കപ്പെട്ട് ആ പെണ്ണിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു. ഇവിടെ ആ കൊടുത്ത 20 മിനിറ്റ് ആ പെണ്ണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോഴും ഈ കാര്യങ്ങൾ നടന്നിട്ടില്ല, തീർന്നിട്ടില്ല. പല ആൾക്കാരെയും കൊണ്ട് സോഷ്യൽ മീഡിയ ഈ പെൺകുട്ടിയെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ട് വേണം നല്ല രീതി ഈ ഒരു കാര്യത്തിൽ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ കൊച്ചിന് ഒരു കുഴപ്പവും വരത്തില്ല. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അത് പറയാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണിത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേണ്ട ഈ മേജർ രവിയുടെ കൂടെ വെച്ച് തരാമായിരുന്നു. അത് വെക്കണമെങ്കിൽ വെക്കാം. വെറുതെ ലാഗ് അടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ കൂടുതൽ മിനിറ്റ് നീട്ടി പോകാത്തത്. എനിക്കൊന്ന് വെച്ച് തരാം. അതാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. ഞാൻ MLA മെമ്പറൊന്നുമല്ല. കാരണം ഒരു 5-6 വർഷം മുന്നേ മറ്റേ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ലാലേട്ടൻ ആണോ അമ്മയിൽ മെമ്പറല്ലേ? ഞാൻ പറഞ്ഞല്ല, അതുകൊണ്ട് കൊടുക്കുമെന്നത്. 6 വർഷം മുന്നേ ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് 2 വർഷം കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല എന്നുള്ളതായി. അത് കഴിഞ്ഞ് 3 വർഷം മുന്നേ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഇപ്രാവശ്യം നോക്കുന്ന സമയത്ത് അതും കാണാനില്ല. എന്നിട്ടിപ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു. ഇപ്പം ഇതിനകത്തും പേര് വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? എന്താണ് ഇപ്പം അവിടെ വാർത്തകളിൽ കൂടി അറിഞ്ഞതോ അല്ലെ സുഹൃത്തുക്കൾ വഴിയിട്ടൊക്കെ അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കാമെങ്കിൽ അമ്മ ഏത് രീതിയിലേക്ക് പോവുക? എനിക്ക് പലപ്പോഴും സർപ്രൈസ് അവിടെ എന്താണെന്നറിയാം. ഈ അമ്മയിൽ വരുന്ന ആൾക്കാർ കാറോട് പോകുമ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ ചാനലുകൾ കാണിക്കുമ്പോഴാണ് ഇത് നടിയാണോ, ഇത് ഏത് പടത്തിൽ അഭിനയിച്ചത്, അല്ലെങ്കിൽ ഇത് ഒരു നടനാണോ? നടനൊക്കെ പിന്നെയും നമുക്ക് 2-3 പടങ്ങളൊക്കെ കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ പല ആളുകളെയും അവിടെ കാണുന്നത് ഈ സിനിമയിലൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരാത്തത്? നമ്മളെപ്പോലുള്ള പറഞ്ഞാൽ എൻ്റെ സ്വഭാവം പ്യൂഷൻ അല്ലെങ്കിൽ ഒരുവിധം ആൾക്കാരൊക്കെ അറിയാം. നമ്മൾ ഓക്കെ, പുള്ളിക്കാണെങ്കിൽ ഒന്നും അറിയത്തുമില്ലതാണ്. പിന്നെ ഒന്നും അറിയത്തില്ലെന്നല്ല, നടിക്കാൻ എടുക്കാനാണ് കേട്ടോ. പിന്നെ പറയുന്നത് ശരിയാണ്, ഞാനും ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ നടിമാരെയൊക്കെ. ഇവരൊക്കെ അമ്മയിലുള്ളതൊക്കെ തന്നെയാണെന്ന് ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. പിന്നെ അമ്മ സംഘടനയെ ജോയിൻ ചെയ്യുന്നതിന് 5-6 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ട് ചെയ്യണം എന്നൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. വലിയ ആൾക്കാരൊന്നും അങ്ങനെ കയറിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും നമ്മൾ അൻസിബിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. അതിന് നീതി കിട്ടി. എന്നാലും അതിനെ ചതിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പിന്നെയും ഇറങ്ങി തിരിച്ച് നടപ്പുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്, അത് അറിയാൻ കഴിഞ്ഞുകൊണ്ടാണ് ഞങ്ങളത് പിന്നെയും വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ബൈ, ലവ് യു ഗൈസ്.